അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ മണ്ണ് കൊണ്ടുവരാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. ജിബ്രീൽ മണ്ണെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഭൂമി പറഞ്ഞു, അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മലക്കേ, ഈ മണ്ണ് എന്തിനാണെന്ന് പറഞ്ഞു തരണം. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അല്ലാഹു ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത്. ആ മനുഷ്യൻ ഭൂലോകത്ത് അവന്റെ ഖലീഫയാകും. എന്നാൽ ഭൂമി വളരെ വിനയത്തോടെ അപേക്ഷിച്ചു, ജിബ്രീലേ, എന്നിൽ നിന്ന് ഒരുപാട് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഇത് കേട്ട് ജിബ്രീൽ മടങ്ങുകയും ഇങ്ങനെ ബോധിപ്പിച്ചു, രക്ഷിതാവേ, മണ്ണെടുക്കാൻ ഭൂമിക്കിഷ്ടപ്പെട്ടില്ല. മണ്ണെടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഭൂമി വിരോധം പ്രകടിപ്പിച്ചു. അതിനുശേഷം അല്ലാഹു അസ്രായീൽ അലൈഹിസ്സലാമിനെ ഈ ചുമതല ഏൽപ്പിച്ചു. ഈ മലക്കിനോടും അല്ലാഹുവിന്റെ നാമത്തിൽ ഭൂമി വിരോധം പ്രകടിപ്പിച്ചു. മികായിൽ മടങ്ങി. ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാം അയച്ചു. അദ്ദേഹവും ഭൂമിയുടെ സങ്കടത്തോടുകൂടിയ അപേക്ഷ കേട്ട് മടങ്ങുകയായിരുന്നു ചെയ്തത്. അവസാനം നിയോഗിതനായത് ഹസ്രത്ത് അസ്രായീൽ അലൈഹിസ്സലാമായിരുന്നു. അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, മണ്ണെടുക്കാൻ സമ്മതിച്ചില്ല. എങ്കിലും അപ്പോൾ ഭൂമി പറഞ്ഞു. എന്നാൽ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ സ്ഥിതിക്ക് കൽപ്പനയ്ക്ക് കീഴ്വഴങ്ങുകയെന്നത് നിന്റെ ചുമതലയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ബലഹീനന്റെ തടസ്സങ്ങൾക്ക് വിലയില്ലെന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ ഭൂമിയുടെ വിസമ്മതം വകവെക്കാതെ അസ്രായീൽ അലൈഹിസ്സലാം മണ്ണ് കരസ്ഥമാക്കി അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരായി. തൽഫലമായിട്ടാണ് ഭൂമിക്കധികാരം അസ്രായീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചത്. മലക്കുകൾക്ക് അവൻ എന്നെ നന്മ ചെയ്താൽ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയതെന്നും അല്ലാഹു പറഞ്ഞുകൊടുത്തു. ഭാരം ചുമക്കുന്നതിന് നിയോഗിതനായത് അല്ലാഹുവായിരുന്നു. അതിനെ അല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹു അതിന് മറുപടി നൽകി, ഭൂമിയുടെ മരണം എനിക്കറിയാം. മരണം ഓരോ ജീവികൾക്കുമുണ്ടാവും. അല്ലാഹുവിന്റെ ഉത്തരം, എല്ലാ ജീവികൾക്കും ഞാൻ മരണത്തെ നൽകും. ചിലരെ വെയിലത്തും ചിലരെ തീയത്തും മറ്റു ചിലരെ വെള്ളത്തിലും മരിക്കണം. ഈ യുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഖുർആനിലും വിവിധ ഹദീസുകളിലുമായി പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്നുണ്ട്. ഈ വിവരണം പല ഹദീസുകളിൽ നിന്നും ഖുർആൻ വാക്യങ്ങളിൽ നിന്നും സമാഹരിച്ചതായി കാണപ്പെടുന്നു. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മണ്ണെടുക്കാൻ മലക്കുകളെ അയച്ചത്. ആദം നബിയെ സൃഷ്ടിക്കാൻ അല്ലാഹു മണ്ണെടുക്കാൻ മലക്കുകളെ അയച്ചുവെന്നതും ഓരോ മലക്കും മടങ്ങിയതും അവസാനം അസ്രായീൽ അലൈഹിസ്സലാം മണ്ണെടുത്തതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത് പൂർണ്ണമായി സ്വഹീഹ്, ശക്തമായ നിവേദന പരമ്പരയുള്ളത് ആണോ എന്നതിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായവ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ കഥയുടെ പൊതുവായ ആശയം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്ലീസിന്റെ വരവ്. ഇബ്ലീസ് ആദം നബിയുടെ ശരീരത്തെ കണ്ടതും അതിനെക്കുറിച്ച് ചിന്തിച്ചതും പിന്നീട് അഹങ്കരിച്ചതും ഖുർആനിലും ഹദീസുകളിലും വ്യക്തമായി പറയുന്നുണ്ട്. ആദമിന്റെ നീളം. ആദം നബിക്ക് 60 മുഴം നീളമുണ്ടായിരുന്നു എന്നത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഖുർആനിക അടിത്തറ. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പലയിടത്തും വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണം സൂറത്തുൽ അൽ ഹിജ്ർ 26, സൂറത്തുൽ റൂം 20. ആദം നബിയെ അല്ലാഹു അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം. ചുരുക്കത്തിൽ നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും